അന്തോണീസിൻ്റെ നൊവേന. ആ നൊവേന എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ആ നൊവേനയിൽ പാടുന്നൊരു സുന്ദരമായൊരു ഗാനമുണ്ട്. എന്താണെന്നറിയാമോ? അത്ഭുത പ്രവർത്തനത്താൽ പഠിക്കോ സുപ്രസീതന വിശുദ്ധനെ പാതുവായിലെ അന്തോനിയെ പാരിതിൽ കൃപ ചൊരിയണേ. പിന്നെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു, നിൻ പാദാംബുജം നമിച്ചിടാം, അൻപോടെ കൃപ ചൊരിയണേ. ഈ 4 വരി പാടിയാൽ മതി. ഈ 4 വരി പാടുമ്പോൾ നമ്മൾ പാട്ടായിട്ട് അത് സുന്ദരമായിട്ട് പാടി അവസാനിപ്പിക്കും. പക്ഷേ അച്ഛനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ 4 വരിയിൽ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു ആ പ്രാർത്ഥന? സുന്ദരമായ ഒരു പ്രാർത്ഥന. ആദ്യത്തെ 4 വരി പാടിയപ്പോൾ ഇങ്ങനെയാ പാടിയത്, പാരിതിൽ കൃപ ചൊരിയണേ. രണ്ടാമത്തെ ലൈൻ പാടിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റാൻസ് പാടിയപ്പോൾ നിങ്ങൾ അൻപോടെ കൃപ ചൊരിയണേ. അപ്പം അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു പ്രാർത്ഥന എന്താണ്? കൃപ ചൊരിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.